കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. സ്റ്റാർ മാജിക്കില് എന്തായാലും ബോയ്സ് ടീം വേഴ്സസ് ഗേൾസ് ടീം ആയതുകൊണ്ട് തന്നെ ആവേശം ഇങ്ങനെ ഭയങ്കര കൂടി ഇന്നിവിടെ തീ പാറൂല്ലേ ചേട്ടാ? സംശയമില്ലാത്ത കാര്യമല്ല. ഗേൾസിന് വേണ്ട മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഒരു 2 ഡയലോഗ് പറയാൻ പറ്റുമോ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം രഹസ്യം? എന്തിനാണ് മോട്ടിവേഷൻ? നിൽക്കുന്ന കണ്ടില്ല, എന്റെ പിള്ളേരത് തകർക്കാൻ നിൽക്കുന്ന തുടക്കം തന്നെ. തുടക്കം തോൽവിയ അല്ലേ? എത്ര പറഞ്ഞാലും ഷാജുവിന്റെ മനസ്സ് ഇവിടെയാണെന്ന് നമുക്കറിയാം. ഇവിടെയല്ല, ലവിടെ. ലക്ഷ്മി ഞങ്ങളുടെ ടീമല്ലേ? അതെ, ഞങ്ങൾ ഇത്തിരി പുകഴ്ത്ത്. അയ്യോ, വളരെ ആവേശകരമായ മത്സരത്തിലേക്ക് എന്തിനും തുനിഞ്ഞുകൊണ്ട് മ്ലേച്ഛം പൂച്ചം എത്തിയിരിക്കുകയാണ് നമ്മുടെ ചേട്ടമ്മ. തീ വരും. ഓക്കെ, ഇവരടിക്കുമ്പോഴായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. 2 ടീമും ഒരുമിച്ചാണ് കളിക്കുന്നത്. ഇത് ചാടി കളിക്കേണ്ട ഒരു പേരാ. അതുകൊണ്ട് തന്നെ ഇവര് ചാടുമ്പോ ഇവര് പല ഷേപ്പിലായിട്ട് നമുക്ക് തോന്നും കേട്ടോ, പല ചായകൾ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മാക്കാച്ചി കോക്കാച്ചി. ഇതിനകത്തെ ക്യാപ്റ്റന്മാരുടെ പേരാണ് മാക്കാച്ചിയും കോക്കാച്ചിയും. അത് അവർക്ക് തല്ലുപിടിച്ചെടുക്കാം. ക്യാപ്റ്റന്മാരുടെ പേരെടുത്ത് ഗെയിമിനിട്ടേക്കുവാണ്. അല്ല, നമ്മൾ മാക്കാച്ചി, നിങ്ങൾ കോക്കാച്ചി. എടാ കോക്കാച്ചി, ആ മാക്കാച്ചിയും കൊടുത്തേരെ. ഇങ്ങനത്തെ ഒരു പേരിടാൻ പാടില്ലായിരുന്നു. ഇതാണ് പ്രശ്നം. പേരിന് വേണ്ടിയിട്ടുള്ള ഇടിയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഗെയിമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇടിക്കേണ്ടത് കേട്ടോ. ഈ ഗെയിം എങ്ങനെയാ കളിക്കേണ്ടതെന്നുള്ള പറഞ്ഞുതരാം. ഒരു ടീം മാക്കാച്ചി, ഒരു ടീം കോക്കാച്ചി. അതായത് നമ്മൾ റിലേ കളിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടുന്ന് ഇപ്പം ഡൈന സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മൾ അനുവിലേക്ക് പോകുന്നു. അതായത് ചാടി ആ ബേസിനിൽ ബോൾ വെച്ചിട്ടായിരിക്കും വരണ്ടായിരിക്കുക. ചാടി വന്ന് അനുവിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അനു ഇവിടുന്ന് അടുത്ത ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത ആൾ അവിടെ എത്തുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഫൈനൽ പേഴ്സണ് കൊടുക്കുന്നു. ആ പേഴ്സൺ വേഗം ചാടി വന്നിട്ട് ബോൾ ഏത് ടീമാണോ ഏറ്റവും ആദ്യം ഇവിടെ പ്ലേസ് ചെയ്യുന്നത്, മൊത്തം ഒരു 5 റൗണ്ട് വരും. 5ാമത്തെ റൗണ്ടിൽ ഈ ബോൾ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. സപ്പോസ് ചാടി വരുന്ന സമയത്ത് ആരുടെയെങ്കിലും ബോൾ ആ ഒരു ബേസിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. അവർ തന്നെ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷിയാസ് വെറുതെ തലാട്ടിക്കൊണ്ടിരിക്കേണ്ടത്. തുടങ്ങാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ മൂവിങ് ഓൺ ടു ദ ഗെയിം മാക്കാച്ചി കോക്കാച്ചി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പതിയെ ചാടി ഇങ്ങനെ പോണ സ്പീഡ് പോയാ മതി. ചേട്ടൻ ചെയ്യണ കറക്റ്റാ. മെല്ലെ പോയാതെ, മെല്ലെയും സ്പീഡ് കുറച്ച് പോകും. ആദ്യം പോയ സ്പീഡിൽ പോയാൽ മതി. മെല്ലെ പോയാതെ. എന്റെ മനസ്സ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഷാജുവാണ് എന്റെ മനസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോറി, ഞാൻ നിങ്ങളുടെ പരമപരാജയ. അങ്ങനെ പോട്ടെ. നീലക്കുറുക്ക ഒന്ന് വേഗം പറഞ്ഞുണ്ടോ? ബാസ്കറ്റിലല്ലേ പിടിച്ചേ? ഇന്ന് സുധിയുടെ പിത്ത ഇളകുന്നു. നീ ഒന്ന് ചാടി നോക്കണേ. ഡയലോഗ് വിചാരിച്ചാ പറ. കൈകൊണ്ട് എടുത്തിട്ടോളാൻ. പയ്യെ പോ, സ്പീഡ് കൂട്ടണ്ട. പോയി. എന്റെ പൊന്നു ടീമേ, ഈശ്വരാ. പതിയെ സ്ലോ. രജനീകാന്ത്, നീ ഒന്ന് പെട്ടെന്ന് ചെല്ല്. ചേട്ടൻ പലതും പറഞ്ഞു, ഇങ്ങോട്ട് നോക്കല്ലേ. പയ്യെ പോയാ മതി കേട്ടോ.
നിന്റെ തിരക്കൊന്നും ഇവിടെ കാണിക്കരുത് പതിയെ. വെള്ളം ഐശു പയ്യെ പോയാ മതി. ആ ബാസ്കറ്റ് വെക്ക്. ഗേൾസ് അങ്ങനെ 3 റൗണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നേരെ വെച്ചോ. ആ പോട്ടെ പയ്യെ ആ സ്പീഡ് മതി. പതിയെ. അടുത്തതായി മാക്സിയുടെ പ്രകടനമാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. കോക്കാച്ചി വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, കോക്കാച്ചി വരിക. അച്ഛൻ തലയിൽ വെച്ച് കടിഞ്ഞ കളിപ്പിക്കാൻ പോകുന്ന കർണക്കടവര ഭീകരമായ ഐറ്റം കോക്കാച്ചി അടിക്കോ. പെടുത്തിക്കൊള്ളുന്നോ. കോക്കാച്ചി അടിക്കോ. കുറച്ചുകൂടെ ഇങ്ങനെ ചാടാൻ പറ്റില്ല, കുറച്ചുകൂടെ വല്ലാണ്ട് ചാടണം. ചാട്. കോക്കാച്ചി. ഇത് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അംഗീകരിക്കൂലേ? ഇത് അംഗീകരിക്കില്ല. ഇത് ഫൗളാണ്. കോക്കാച്ചി. പയ്യെ പോയാ മതി. നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി ഒരു പച്ചത്തവളോടെ ഒന്ന് അങ്ങോട്ട് പോയി. എൻജോയ് ചെയ്തത്. ഷാജുചേട്ടൻ എന്തിനാണ് ഇവിടെ വന്ന് ഡാൻസ് ഒക്കെ ചെയ്തത്? പെമ്പിള്ളാരെ വിളിച്ചു ഞാൻ. വിളിക്കാൻ അല്ല പുള്ളി വന്ന് മേഞ്ഞ് തിമർത്തട്ടങ്ങടെ പോയി. ചേച്ചി ചാട്ടെടുക്കുക ചേച്ചി. അല്ല എനിക്കിപ്പോഴും ഡാൻസ് ചെയ്തതിന്റെ ആര് പറഞ്ഞു? ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്റെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞ എന്താണെന്നറിയോ? മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് റൗണ്ട്. റൗണ്ട് കൂടെ ഉണ്ട് കാണാം. അടി കൊള്ളണത് നമ്മളെ ജയിക്കൂ മക്കളെ. പേടിക്കണേട്ടോ, നമ്മളെ ജയിക്കൂ. ഓക്കെ അപ്പൊ ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടിലെ ശരിക്കും വിജയത്തെ പറ്റി ക്യാപ്റ്റൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്തോ എന്താ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാമല്ലോ. നമുക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇപ്പൊ മനസ്സിലായില്ലേ പെമ്പിളാണ് ഏറ്റവും കൂടുതൽ വിജയം ഒന്ന്. പെമ്പിളാണ് ഏറ്റവും കൂടുതൽ. പെമ്പിളർക്കാണ് ആണുങ്ങളെക്കാളും കഴിവാണെന്ന് ശക്തി മനസ്സിലായില്ലേ? ഇപ്പൊ ബുദ്ധി. മോളെ അനുകുട്ടി, ആത്മവിശ്വാസം കൂടി അടുത്ത റൗണ്ട് കൊളമാക്കി കേട്ടോ. നമ്മൾ ജയിക്കും. ഇതേ സ്പിരിറ്റോട് കൂടി. അതെ. സുധീരിന്ന് കുറച്ച് സ്പിരിറ്റ് മേടിക്കുക. ആ ടീമിലുള്ള എല്ലാരും കിഴങ്ങന്മാരാ ചേട്ടന്മാർ. ആരും ജയിക്കത്തില്ല. ഓക്കെ ശരി. ഇപ്പൊ നിങ്ങളെല്ലാം ചാട്ടക്കാരികളാണല്ലോ. ഇത് ജയിക്കണല്ല, എല്ലാം കൂടെ എന്നെ എടുത്ത് അവിടെ ഇട്ട് അടിക്കും. എന്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കുറെ കഴിവുകളുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്ന് ദൈവം ന്യൂൻഷാണാനിരിക്കുന്ന ആളല്ല. അത് നീ മനസ്സിലാക്കിയോ? ഒരു കാര്യം കൂടെ, പിന്നെ നമ്മളെ പെമ്പിള്ളേര് പറഞ്ഞാലും കാര്യമുണ്ട്. കിഴങ്ങ് കുറച്ചുണ്ട്, ചെറുതായിട്ടുണ്ടെങ്കിലും. ടീമേ ഇന്ന് നീ കണ്ടോ, നിന്റെ കരിമീനെ ഞാൻ വറുത്തെടുത്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും.
കരിമീൻ പോയാൽ എന്താണ് എനിക്ക് അതല്ല. പള്ളത്തിയല്ല. പട്ടിയുടെ വായിന്ന് മീനെടുത്ത് തിന്നണവളാ പട്ടി. എനിക്കൊരാഗ്രഹം ഇതിലുകൂടെ ഗേൾസ് ടീമിന്റെ മുമ്പിൽ ബിനിച്ചേട്ടൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് MG ഹോളിൽ 2 സെന്റ് സ്ഥലം കൊടുക്കും. ഇനി നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, ജയിലിൽ ഇറങ്ങി കളിക്കണം. ആ എനിക്ക് തരുമെന്ന് എനിക്ക് തരും. ഞാൻ തോക്കും. 2 സെന്റ് സ്ഥലം കിട്ടുമല്ലോ എനിക്ക് റോഡിൽ. ശരി, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഗേൾസ് ടീമാണ്. സോ നമ്മുടെ ബോയ്സ് ടീമിന് ഒന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അവര് പ്രൂവ് ചെയ്താൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പറഞ്ഞതിലും ടൈറ്റ് ഞാൻ പറയാനുള്ളത് ഇന്ന് വരെ ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. പ്രൂവ് ചെയ്തില്ല. എനിക്ക് ഇന്നെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണം. ബിനു ഇന്ന് വേണം അസീസിന്റെ മുക്രീനെ ഒന്ന് ബിനുവും കൂടെ കൂട്ടുപിടിച്ചോട്ടോ. നന്നായിരിക്കും. തോക്കുവാണെങ്കിലാണ് എനിക്ക് 2 സെന്റ് സ്ഥലം കിട്ടുള്ളൂ. ജയിക്കുകയാണെങ്കിൽ അതെന്താ കളിയാണ്? പറ, നിനക്ക് 2 സെന്റ് സ്ഥലം വേണോ? കളി കഴിയട്ടെ എന്നിട്ട് പറയാം. ശരി, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. മക്കാച്ചിയും കൊക്കാച്ചിയും സെക്കൻഡ് റൗണ്ടിലേക്ക്. കൗണ്ട് ഡൗൺ പ്ലീസ്. ഐഷു പയ്യെ പയ്യെ പയ്യെ. ഐഷു പതുക്കെ പോയാൽ ഐഷു പതി ആ സ്പീഡ് മതി. പയ്യെ പയ്യെ. ആവേശം മൂത്ത് നീ അവിവേഹം കാണിക്കല്ലേ അസീസേ. ഐഷു അതേ സ്പീഡ് മതി, അതേ സ്പീഡ് മതി. അയ്യോ അങ്ങനെ കാണിക്കല്ലേ. അസീസ് കൊണ്ടെത്തിച്ചാൽ ഈ തങ്കത്തിന് ഇത് എന്താക്കും എന്നുള്ള നല്ലൊരു ആശങ്ക. അനു പയ്യെ മതി, അനു പയ്യെ മതി. അസീസെ പതുക്കെ പോയാ പതുക്കെ പോയാ. അനു പയ്യെ ബാസ്കറ്റ് കയറ്റി വെക്ക്, താഴെ മുട്ടുന്നുണ്ട്. അനു ദേ താഴെ പോയി. അനു പയ്യെ പയ്യെ. തങ്കു, നാളേക്കല്ല, വേഗം. തങ്കച്ചന്റെ ഒക്കെ പോക്കുണ്ടോ? അഭിമാനമാണ് കളിയാ വലുത്. പെണ്ണുങ്ങളെ താടി കൊണ്ട ഒരു സുഖം. ഇനിയാണ് കോമഡിയുടെ പൂരം. കോമഡി എല്ലാം സീരിയസ് ആണ്. പതുക്കെ പതുക്കെ. വെരി ഗുഡ് ടീം. പയ്യെ പയ്യെ പയ്യെ. സ്ലോ സ്ലോ സ്ലോ. സമയമുണ്ട്. നീ മനഃപൂർവ്വം നീ പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. നടക്കുന്നത് മാനം കാത്തു നമ്മുടെ കുടുംബത്തിന്റെ. അപ്പൊ ഇതിലും 2 സെന്റിന്റെ ആധാരം ഇവിടെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് എഴുതി കൊടുക്കണം, ഒപ്പിടണമെന്നുണ്ടെങ്കിൽ ഫൈനൽ റൗണ്ടിലേക്ക്. ഫൈനൽ റൗണ്ട്. യെസ്, മൂവിംഗ് ഓൺ ടു ദ ഫൈനൽ റൗണ്ട്. അപ്പൊ മക്കാച്ചികളെ അതെ അതെ അതെ. ഹലോ, അതിനു മുമ്പ് ഞങ്ങളുടെ ഒരു ഷോ ഉണ്ട്. ഒരു പാട്ടിട്ടെ. ഞങ്ങളുടെ ഒരു ഷോ ഉണ്ട്. അപ്പോ ഇനി ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. അഭിമാന
പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ യേശു? എന്താ തീർച്ചയായും ഞാൻ അപ്പോഴേ ഈ കളിയെങ്ങാനും തോറ്റാൽ ആവേശം കൂട്ടി കൊളാക്കരുത്. തന്റെ മുടി മൊട്ട അടിക്കുമല്ല, വലിച്ചു പറിച്ച് പുള്ളി കുത്തി തുണിയുടെ പുറത്ത് കയറ്റിയതാണ്. അല്ല, രണ്ട് കളിയിൽ ഞാൻ എന്റെ ബോൾ താഴെ വീണു ഇല്ലല്ലോ. അല്ല, അടുത്തതിന് വേണ്ട അടിമാലിയും കൂടെ കളി. നിന്നെ ഇനി ഇവനെ ഞാൻ കളിയാക്കൂല. ഇവൻ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അതെ തീർച്ചയായിട്ടും കേട്ടോ. അല്ല, തോറ്റ ക്യാപ്റ്റൻ ഈ സാമ്പാർ മുളകിനൊന്നും പറയാനില്ലേ? അപ്പൊ ഏതായാലും പട്ടി കിടന്ന് കുറയ്ക്കണാരിയാണ്. യെസ്, വരൂ അനു. ഇനി അനുവിനെ പറയാനുള്ളത് എന്താന്നുണ്ടെങ്കിൽ അല്ല പറയാം. ഇതിപ്പോ നമ്മള് നേരത്തെ മുന്നേ പറഞ്ഞായിരുന്നു ചേട്ടന്മാര് അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ഈ ടോണല്ലേ ഇരുതല്ലേ? ഈ ടോൺ അല്ലായിരുന്നു മുനികുമാരി. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ ചേട്ടന്മാരെ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അവർ അനിയത്തിമാരല്ലേ നമ്മൾ. മിസ്റ്റർ ഇഞ്ചിമൂട് കാന്താരി. നേരത്തെ എന്നോട് അങ്ങനെയല്ല. അങ്ങനെയാണ്, പക്ഷെ നമ്മളത് ഫസ്റ്റ് ജയിക്കുന്ന ഒരു വാശിയുണ്ട്. ഹലോ, അല്ലാതെ ഞങ്ങൾ കളിച്ച് ജയിച്ചതല്ല. അല്ല നമ്മൾ വിട്ടുതന്നതാണ്. ഉറപ്പായിട്ട് നമ്മൾ വിട്ടുതന്നതാണ്. ആര് പറഞ്ഞു? ഇല്ല ശ്രീവിദ്യ, പന്ത് ചേട്ടൻ അവിടെ എത്തി, ഞാൻ ഇവിടെ എത്തി. ഈ പന്ത് എനിക്ക് ഇങ്ങനെ വെച്ചാ അവിടെ വയ്ക്കാം. ഞാൻ വെച്ചില്ല, ഞാൻ വെച്ചില്ല. അതുകൊണ്ട് ചേട്ടന്റെ കണ്ണീര് ഞാൻ കണ്ടില്ലാവാൻ വേണ്ടി ചേച്ചി അങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഗേൾസ് ടീം വിട്ടുകൊടുത്തിരിക്കണതാണെന്നാണ്. ഇവർക്കും ജയിക്കണമെന്നുണ്ടാവില്ല ചേട്ടാ, ടീം ഓടിക്കാണ്ടിരിക്കാൻ. അപ്പൊ ലാസ്റ്റ് റൗണ്ടില് ഗേൾസ് തന്നെ ജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ ഈ ക്യാപ്റ്റന്? ഒന്നുമില്ല പറയാൻ. അല്ല. നമ്മൾ കണ്ട്. അല്ല, ഈ ചൈനീസ് ഞങ്ങൾ ജയിച്ചത് ദൈവത്തിന്റെ ഇതുകൊണ്ടാണ്. അല്ല, ഞങ്ങൾ ജയിച്ചപ്പോ ജയിച്ചാ ദൈവത്തിന്റെ കഴിവുകൊണ്ട് അയച്ചു. ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. അയ്യോ, ഇത് അതിന്റെ അല്ലല്ലോ നേരത്തെ പറഞ്ഞു. ഞങ്ങളെ കഴുത എന്നും കിഴങ്ങെന്നൊക്കെ പറഞ്ഞു. ശ്രീവിദ്യ, 2 സെന്റിലൊന്നും ബിനു അടിമാലി വീടില്ല. വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഓഫർ ചെയ്ത് പരിപാടി വീണെങ്കിൽ അത് ഒരു അല്ല, കൈ തുടങ്ങിയാനേ. പുള്ളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് തങ്കച്ചൻ മേടിച്ചോണ്ട് പോകും. അയ്യോ, ഈ കുമ്പു മാസ്റ്റർ എന്ത് ചെയ്യാ ഇത്? തങ്കച്ചൻ ചേട്ടൻ ഒരു പാക്കറ്റ് ലൈസിൽ വരെ വീഴും. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതെ. ഇവളാണെങ്കിൽ ഒരു ഉണക്കമീനും അതിന്റെ അതിന്റെ തല ചുട്ടു കൊടുത്താൽ മതി, അവളെ അതിനെ വീടുള്ളൂ. തൃപ്തിയാ. അപ്പം നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഫൈനൽ റൗണ്ട്, അതായത് 3rd റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം ശരിക്കും ടൈ ആയിട്ടാ വന്നിട്ടില്ലേ? 1-1 അങ്ങനെ വന്നിട്ടില്ല. അടിമാലിയുടെ അടുത്തൊന്ന് മാറിയണ്ട. എന്റെ ടീമായി പോയി, ഇല്ലെങ്കിൽ ഞാൻ ടൗവൽ അലക്കുന്ന പോലെ ഇങ്ങനെ ചേട്ടാ നിക്ക്, എടുത്തേ ഇങ്ങ് തന്നെ. ഈ കോമഡി ചേട്ടാ പ്ലീസ്, ഇതൊന്ന് കൊണ്ട് കളയാൻ വേണ്ടിട്ടാ. എന്തോന്ന് ഇപ്പൊ ഈ തങ്കച്ചേട്ടാ അടിച്ചത് കോമഡി അങ്ങനാണെങ്കിൽ നീ ഇതുപോലെ ഒരു വെക്കേണ്ടി വരും. ആണല്ലേ? നിങ്ങൾ ടീം തന്നെ അങ്ങനെ പറയുന്നത് എന്ത് ചെയ്യാനാ? മോശം തന്നെ. അനുകുട്ടി വേറെ ലെവലാണ്. അനുകുട്ടിയുടെ ചെവിയിൽ പ്രാണി പോയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവൾ ഇത്ര കണ്ട് ഇടയാൻ സാധ്യത. എന്റെ ആവേശം അല്ലേ? എല്ലാരും ആവേശം ഞങ്ങൾ ഷാജാൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും മിക്കവാറും. എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോ പറയും, അല്ല വീട്ടിലേക്കും ഇല്ല, എങ്ങുമില്ല. അവര് ചാക്കം കുരിച്ചെടുത്ത് അവിടെ കിടന്നതാണ്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അടുത്ത റൗണ്ട്. അപ്പൊ വീണ്ടും ഗേൾസ് ടീം പറഞ്ഞിട്ടുള്ള ഞങ്ങൾ ജയിക്കുന്നുള്ളതാണ്, നേരത്തെ വിട്ടു തന്നിട്ടുള്ളതാണ്. സോ ഇപ്പൊ അറിയാം എന്താണെന്ന്. കൂടി വന്ന ഒരു 5 മിനിറ്റ് ഇപ്പൊ ഇത് ഞങ്ങൾ തോറ്റു കഴിഞ്ഞാ മേശ കസേര ഇവിടെ പാടൂല. അയ്യോ, ഞങ്ങൾ തോക്കുന്നതിനല്ല. ഓക്കെ, അപ്പൊ വേഗം പോയി റെഡി ആയിക്കോളൂ. അടുത്ത റൗണ്ടിലേക്ക് ഓക്കെ. അപ്പൊ ഇതില് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പം ഏത് ടീം ആയിരിക്കും ജയിക്കുക ഇപ്പൊ നോക്കാട്ടോ. അപ്പൊ വക്കാച്ചി കൊക്കാച്ചി 3rd റൗണ്ടിലേക്ക് കൗണ്ട് ഡൗൺ പ്ലീസ്. അയ്യോ, പതുക്കെ പോയാൽ മതി. പതുക്കെ പോയാലിടാ. ബോളിലേ നോക്കുന്നില്ല, അവളുടെ പാണ്ടാണ്. ഐശു പയ്യെ മതി. അവള് കള്ളോടിയന്മാരെക്കാളും കഷ്ടമാണ്. തങ്കു വേഗം. ഐഷു എത്തി. തങ്കൂസേ ബാസ്കറ്റ് നേരെ അറപ്പിക്കരുത്. അവനെ അറപ്പിക്കരുത്. പതുക്കെ പോയാ പതുക്കെ മതിടാ. മതി ഷിയാസേ, അങ്ങനെ തന്നെ പോട്ടെ ഷിയാസേ. പയ്യെ പോ
അയ്യോ ഷിയാസേ, പോയെടാ പരിപാടി. യാ, അണ്ണാ അണ്ണാ യാ, അണ്ണാ 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 യാ, അണ്ണാ യാ. Good job, good job. Above, guys. Back to myself. Good, good, good. നിങ്ങൾ അടിക്കും, അടിക്കും ഞങ്ങളെ. പാർട്ടി തന്നെ നല്ലത് കേട്ടോ. ജയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്ന. അല്ല ഷാജു ചേട്ടാ, ശരിക്കും വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞ് ഇത്രയും ഒരു ആവേശം ഉണ്ടാവും എനിക്കൊരു ഡൗട്ട് ആണ് കേട്ടോ. ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചിട്ട് സന്തോഷത്തിലാണ് നമ്മളിപ്പോ. അല്ല ചേട്ടാ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെ ഇവര് തോറ്റ ഏത് വഴി പോകുന്നോർത്ത് വഴിയെ കണ്ടുപിടിച്ച് ഷാജോൻ ചേട്ടൻ ഇതെങ്ങാനും തോക്കണ പേയ്മെന്റ് പോലും മേടിക്കാതെ വണ്ടില്ല ഹൈവേയിലൊക്കെ ഞാൻ റബ്ബർ വന്ന് ചേട്ടാ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം എനിക്കറിയാം ഇനി എനിക്കറിയാം. ഇറങ്ങി ഓടാൻ അങ്ങനെ ഒരു വഴിയില്ല. ഉണ്ടെങ്കിൽ നമ്മുടെ ബിനിച്ചേട്ടൻ അത് എന്നേ കണ്ടു. ഇല്ല ഞാൻ ഓടൊന്നുമില്ല, എനിക്കങ്ങനെ നാണം ഇതിന്റെ പ്രത്യുപകാരം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഷാജോൻ ചേട്ടന്റെ അടുത്ത പടത്തിൽ ഞങ്ങൾ എല്ലാവരും കാണുന്നു. ചേട്ടന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ തോക്കൂന്ന്. ഒരിക്കലും ഇല്ല, ഒരിക്കലും എനിക്കറിയാം കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു. നമ്മളെ പറ്റി എന്താണ് പറയാനുള്ള ചേട്ടന്? നമ്മളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇല്ല ഒരിക്കലും ഇല്ല. ഇല്ല ഇത് ക്ലോസ് കിട്ടൂല. അപ്പൊ ഓ ഇനി അങ്ങനെ ഒരു സെലിബ്രിറ്റി ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ തോറ്റാലും ലാഭം കൊണ്ടുപോയില്ലേ. 2 സെന്റ് സ്ഥലത്തിന്റെ കാര്യം എന്തായി? വിദ്യ എവിടെ അവള്? നിന്റെ 2 സെന്റ് എഴുതി കൊടുറി. ഇത്രയും തോറ്റ് മ്ലേച്ഛമായി ലഭ്യതയോടെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ എറണാകുളത്തെ MG വേൾഡിൽ 2 സെന്റ് സ്ഥലം കൊടുക്കണോ? വേണോ? വാക്കാണ് ലീഡർ മനസ്സിലാക്കണത്. അതെ ശരിയാണ്, വാക്ക് പറഞ്ഞ വാക്കാ. പക്ഷെ അത്രയൊക്കെ സ്റ്റാൻഡേർഡ് നമ്മള് ചേട്ടാ എറണാകുളത്ത് 2 സെന്റ് അല്ല ഞാൻ കൊടുക്കണ എന്തിനാന്നറിയോ? മെട്രോന് മുമ്പില് അതെ ആ കോളനി കിടക്കുന്ന സ്ഥലമല്ലേ, വേണ്ട ഞങ്ങൾക്ക് വേണ്ട. അത് സൂചിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇവര് ജയിച്ചാലല്ലേ 2 സെന്റ് സ്ഥലം എഴുതി കൊടുക്കേണ്ടത്. തോറ്റ് നിന്നിട്ട് എന്നിട്ട് 2 സെന്റ് സ്ഥലം വെക്കുന്നത്. How dare you? എനിക്ക് അറിഞ്ഞൂടെ ഇനി ഡയറി മിൽക്ക് എന്ന് പറഞ്ഞാൽ ആരോട് ചോദിക്കാനാണ്? ഈ ടീമിൽ ആർക്കും പറഞ്ഞോളൂ. നിങ്ങൾ ജയിക്കുവാണെങ്കിൽ തരാന്നല്ലേ പറഞ്ഞേ, ജയിക്കുന്ന ആളുകളെ തോക്കണ ആളുകൾക്ക് കൊടുക്കണേ. അതെ 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 അങ്ങനെയല്ലേ പറഞ്ഞേ. അടുത്തത് പണിഷ്മെന്റ് ചേച്ചി. അതിനു മുമ്പ് ക്യാപ്റ്റൻസ് തമ്മിൽ സംസാരിക്കട്ടെ. അതെ എനിക്ക് ഒരാളോട് സംസാരിക്കാനുണ്ട്. എന്ത് തോന്നുന്നു? സാമ്പാർ മുളകില് അത് അത് നേരത്തെ അടിച്ചു, അത് വേണ്ട. എന്തിലും അടുത്ത് എന്ത് തോന്നുന്നു ചേട്ടന് ഈ തോൽവിയെ പറ്റി പറയണം ചേട്ടാ. തോൽവിക്ക് ഈ തോൽവി എന്ത് തോൽവി? മൈക്കുണ്ട്. ഞങ്ങള് സ്നേഹിക്കുന്ന ഞങ്ങളെ സെലിബ്രിറ്റി ഞങ്ങളുടെ ഗസ്റ്റ് ഷാജോൻ ചേട്ടന് ഞങ്ങൾ തോറ്റു കൊടുത്താൽ നമ്മൾ അതിന് മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലേ, പറയാൻ മനസ്സിലാവില്ല. അതെ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു ടീമിന് ഒരു ഗസ്റ്റിനെ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ജയിക്കില്ല, ഞങ്ങൾ ആക്ഷേപിക്കില്ല. അതൊന്നല്ല ആ ഗസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ഇറങ്ങി ഓടുവന്നു. അതൊന്നുമല്ല. രണ്ടാമത് അടിമാലി നിങ്ങളുടെ ടീമിലുള്ളതുകൊണ്ട് അത് ശരിയായിരിക്കും മിക്കവാറും. കാരണം ഇതെന്താണ് ഒരു 1/4 ഭാഗം വരെ ഇങ്ങനെയാണോ? ശരി, തോറ്റ ടീമിന്റെ ക്യാപ്റ്റൻ എന്താ പറയാനുള്ളേ? ഒന്നും പറയല്ലോ, തോറ്റില്ലേ. ഞങ്ങൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ തോറ്റു തന്നെയാണ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല, ഗസ്റ്റ് ഉൾപ്പെടെ. പക്ഷെ സാരമില്ല, ഇനി ഞങ്ങൾ ഇതൊന്നും വലിയൊരു തോൽവിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. പിന്നെ ഒന്ന് ഗസ്റ്റിന് വേണ്ടി ഞങ്ങൾ തോറ്റു കൊടുത്ത്, 2 ഞങ്ങളെ സഹോദരങ്ങൾക്ക്, ഞങ്ങളെ സഹോദരിമാർക്ക് അയ്യോ ഹലോ ഗസ്റ്റ് അവിടെ കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ.